കണ്ണാടിയിലൂടെ കേരളീയ ദർശൻ TV അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഇടക്കാലത്ത് വളരെയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവമാണ് മലയാള സിനിമാ മേഖലയിലെ ലഹരി മരുന്ന് ഉപയോഗവും ആ ലഹരി മരുന്ന് വിതരണ വിൽപ്പന ശൃംഖലയുടെ കാര്യങ്ങൾ. ഇപ്പോഴത്തെ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്, ലഹരി മരുന്ന് കൈവശം വെച്ചതിന് രണ്ട് യുവ സംവിധായകരെ എക്സൈസ് വകുപ്പ് പിടികൂടുകയും അവരെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു നിർമ്മാതാവിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആ നിർമ്മാതാവിന്റെ പേരിലും കേസെടുത്തിട്ടുണ്ട്. ഇപ്പോഴ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെയധികം വിലപിടിപ്പുള്ള ഒരു ലഹരി, MDMA പോലുള്ള ലഹരി വസ്തുക്കൾ, അത് വളരെയധികം പാർശ്വഫലങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരു വിഭാഗം ചലച്ചിത്രക്കാര് ആ ലഹരി മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു ലഹരി മരുന്ന്, ഹൈബ്രിഡ് കഞ്ചാവിന് പേരിട്ടിരിക്കുന്ന ഒരു ലഹരി വസ്തു ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുമായിട്ടാണ് ഈ യുവ സംവിധായകരെയും അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചലച്ചിത്രകാരനെയും എല്ലാം അറസ്റ്റ് ചെയ്തത്. എക്സൈസ് വകുപ്പാണ് അറസ്റ്റ് ചെയ്തത്. അതും അർദ്ധരാത്രി 11:30 ഇതിനു മുമ്പ് ഒരു നടൻ എടുത്തു ചാടി ഓടി രക്ഷപ്പെട്ടതും അയാളുടെ പേരിൽ പിന്നെ കേസെടുത്തതുമൊക്കെ ചർച്ചയായ വസ്തുതകളാണ്. ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ കലാസാഹിത്യ മേഖലയിൽ, അത് നാടക മേഖലയിലായാലും കഥാപ്രാസംഗിക മേഖലയിലായാലും ഗാനമേളയിലായാലും സംഗീത സദസ്സുകളിലായാലും വാദ്യോപകരണ സംഗീത മേഖലകളിലായാലും ഒക്കെ ഈ ലഹരി മരുന്ന്, മദ്യം, അതെല്ലാം ഒരു കൂടപ്പുറപ്പെന്ന പോലെ പതിറ്റാണ്ടുകളായി, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന ഒരു പ്രത്യേകതയാണ്. ഓരോ രംഗം കഴിയുമ്പോഴും അഭിനയ രംഗത്ത് നിൽക്കുന്ന നടന്മാര് ഗ്രീൻ റൂമിൽ പോയി മദ്യം ഉപയോഗിച്ചിട്ട് വന്ന് വീണ്ടും അഭിനയിക്കുന്ന രംഗങ്ങൾ അപൂർവമല്ല. മുമ്പെല്ലാം ഈ മദ്യത്തിന്റെ സ്ഥാനത്ത് നാടൻ ചാരായമായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി പിന്നെ വിലപിടിപ്പുള്ള മദ്യമായി. നേരത്തെ സാധാരണ കഞ്ചാവായിരുന്നുവെങ്കിൽ അവിടെ ആ കഞ്ചാവെല്ലാം മാറി MDMA പോലുള്ള ലഹരി വസ്തുക്കൾ ആ സ്ഥാനങ്ങൾ കൈയടക്കി ഇപ്പോഴത്തെ ഹൈബ്രിഡ് കഞ്ചാവ് കൈയടക്കിയിരിക്കുന്നു. ഇത് വിതരണം ചെയ്യുന്നവരും മോശക്കാരല്ല. എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള രഹസ്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം പണ്ടേ ഉണ്ട്. പഴയകാല ചലച്ചിത്ര പ്രവർത്തകരെ, നടന്മാരെ, നടിമാരെ, അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് പ്രവർത്തകര്, ഗാനരചയിതാക്കള്, സംഗീത സംവിധായകര്, ക്യാമറാമാൻ, എഡിറ്റർ, മേക്കപ്പ് മാൻ തുടങ്ങി ആ മേഖലയിൽ, സിനിമാ മേഖലയിലെ മുഴുവൻ ആൾക്കാരിൽ 90% പേരും ഇതുപോലുള്ള മദ്യപിക്കുന്നവരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുമാണ്. വളരെ അപൂർവം ചിലർ മാത്രമേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം എത്രയോ നാളുകളായി ഈ മേഖലയിൽ തുടർന്നു വരുന്നതാണ്. അറിയപ്പെടുന്ന ഒരു മഹാകവിയാകേണ്ടുന്ന
ഒരു വലിയ കലാകാരൻ, വലിയ സാഹിത്യകാരൻ ചലച്ചിത്ര മേഖലയിലേക്ക് പോയപ്പോൾ അവിടെ ചലച്ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ എഴുതി ശീലിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് സ്ഥിരം മദ്യം വേണ്ടി വന്നു. അവസാനം അദ്ദേഹം പ്രായാധിക്യത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ അറിയപ്പെടുന്ന പലരും മദ്യത്തിന് വിധേയരായിട്ടുള്ളവരാണ്. അപ്പൊ ഇതിപ്പോൾ പറയാൻ കാര്യം ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ല. എന്നാൽ ഇപ്പോൾ ഈ വളരെ മാരകമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന മയക്കുമരുന്നുകൾ, ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെ ഫലമായി നിത്യരോഗികളായി മാറുന്നവർ, രോഗങ്ങൾ പിടിപെടുന്നവരുടെ എല്ലാം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാവാം ഇതിന് ഇത്രയധികം വാർത്താ പ്രാധാന്യം ലഭിച്ചതും. വളരെ താമസിച്ചിട്ടാണെങ്കിലും സർക്കാരിന്റെ വിവിധ വകുപ്പുകളും പോലീസും എക്സൈസും അതുപോലുള്ള അന്വേഷണ ഏജൻസികളെല്ലാം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ ലഹരി മരുന്നിനെതിരെ ഒരു ഓപ്പറേഷൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേറെക്കുറെയൊക്കെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഫലപ്രദമായി വരുന്നുണ്ട് എന്ന് വിചാരിച്ച് ഈ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ഈ ലഹരി മേഖലയിൽ നിന്നും ലഹരിയെ തൂത്തറിയാമെന്നുള്ള വിശ്വാസം ആർക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നവർ മാഫിയ ഗ്രൂപ്പുകളാണ്, വൻ പണച്ചാക്കികളാണ്. അവർക്ക് രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിലുള്ള സ്വാധീനം വളരെ വലുതാണ്. അത്ര പെട്ടെന്നൊന്നും അവർക്കെതിരെ ഒരു ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ നിയമ നടപടികൾ, നിയമ വ്യവസ്ഥകൾ, ആ നിയമവ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കൊന്നും പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാവാം അത് പിടിക്കപ്പെടുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ്. പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത് വാർത്തയാകുന്നത്. നാടൻ ചാരായവും കഞ്ചാവും അന്നും യഥേഷ്ടം ലഭിക്കുമായിരുന്നു. ഒരെണ്ണ കൊടുത്താൽ ഒരു പൊതി കഞ്ചാവ് ലഭിക്കുമായിരുന്നുവെങ്കിൽ അത് പിന്നെ 10 പൈസ, ഒരെണ്ണ എന്ന് പറയുന്നത് 6 പൈസയാണ്. അത് പിന്നെ 10 പൈസയായി, പിന്നെ 25 പൈസയായി, പിന്നെ 50 പൈസയായി, പിന്നെ 1 രൂപയായി, 10 രൂപയായി, 100 രൂപയായി. ഇപ്പൊ അതിന്റെ വില എത്രയെന്ന് കൃത്യമായി അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഗാനമേളയിൽ പാടുന്നവര്, അതിൽ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാം തന്നെയും ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അറിയപ്പെടുന്ന പല ഗായകരും അവർ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഇത്തരം ലഹരി മരുന്നുകൾ കൊണ്ടാണ്. അത് ഈ കലാരംഗത്തെ ഏത് മേഖലയിലായാലും കഥാപ്രസംഗ മേഖല അടക്കമുള്ള ഇതിനെ ഒന്നും വെറുതെ വിടുന്നില്ല. അവിടെയൊക്കെ ഇത് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ രഹസ്യമായിട്ടും അത് മറയ്ക്കാവുന്ന രീതിയിൽ മറച്ചുകൊണ്ടുമായിരുന്നു അത്തരം ലഹരി മരുന്നുകളുടെ ഉപയോഗം നടന്നിരുന്നത്. ഇന്ന് അതൊക്കെ ഏറെക്കുറെ ജനങ്ങളുടെ കയ്യിൽ എത്തപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വസ്തുത, ഈ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, നടന്മാരായാലും അതുപോലുള്ള സംവിധായകരായാലും തിരക്കഥാകൃത്തുക്കളായാലും ഗാനരചയിതാക്കളായാലും കഥാകൃത്തുക്കളായാലും തിരക്കഥാകൃത്തുക്കളായാലും ക്യാമറാമാനായാലും അറിയപ്പെടുന്ന പല ക്യാമറാമാന്മാരും പല സിനിമാ ഡയറക്ടർമാരും ഒക്കെ മദ്യപിക്കുന്നവരാണ്. പക്ഷെ അവരൊന്നും ഇത്ര തരംതാണ നിലയിലേക്ക് വന്നതായിട്ട് അറിവില്ല. ഇപ്പോഴത്തെ ഈ ലഹരി മരുന്ന് തരപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര ലക്ഷം രൂപ മുടക്കാനും
തയ്യാറായി നിൽക്കുന്നവർ ഇത്രയും ലക്ഷം രൂപ അവർക്ക് എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ചൊരു അന്വേഷണവുമില്ല. മദ്യപിക്കുന്നവര് നടന്മാര് മാത്രമല്ല, നടിമാര് മദ്യപിക്കുന്നവരുണ്ട്. അമിതമായ മദ്യപാനം കാരണം ഒരു നടി അകാലത്തിൽ മരിച്ചുപോയിട്ടുണ്ട്. ഒരു നടനും നടിയും തമ്മിൽ വിവാഹിതരായിട്ട് നടിയുടെ അമിതമായ മദ്യപാനം മൂലം ആ ബന്ധം വേർപെടുത്തിയ കഥ എല്ലാവർക്കും അറിയാം. രാജൻ പറഞ്ഞ കഥ എന്ന ഒരു സിനിമ വന്നിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. ആ സിനിമയിൽ സഞ്ജയ് ഗാന്ധിയുടെ റോൾ എടുത്തത് അന്നത്തെ ഒരു രണ്ടാം നിരയിലുള്ള ഒരു നടനായിരുന്നു. അന്ന് സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആ നടൻ ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു. അമിതമായ മദ്യപിച്ച ആ നടൻ പുതുതായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു പുതിയ യുവ നടിയെ മദ്യത്തിന്റെ ലഹരിയിൽ യഥാർത്ഥമായിട്ട് ബലാത്സംഗം ചെയ്ത സംഭവം. ആ ലൊക്കേഷൻ ആ യുവ നടിയെ നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അമ്മ കൂടെയുണ്ട്. ആ നടിയുടെ അമ്മ കൂടെ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സിനിമാ മേഖലയിൽ അന്നും ഇപ്പോഴും അതിനു മുമ്പും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പലതും പുറത്തു വരുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് അത് പെട്ടെന്ന് കാരണം ഇതിന്റെ അടിസ്ഥാനപരമായ വേര് അറുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ വേര് അറുക്കാൻ കഴിയാത്തത് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വൻ മാഫിയകളാണ്. അവർക്കുള്ള രാഷ്ട്രീയ അധികാര ബന്ധങ്ങൾ, ഉദ്യോഗസ്ഥ ബന്ധങ്ങളെല്ലാം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ അന്വേഷണം അവരിലേക്ക് കള്ളക്കടത്ത് ഇതിനെക്കുറിച്ച് പറയുന്നത് പോലെ യഥാർത്ഥ പ്രതികളിലേക്ക് ഈ അന്വേഷണം ചെന്നെത്താറില്ല. അതാണ് അതിന്റെ എല്ലാം ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ സംഭവ വികാസം എന്ന് പറയുന്നത്, സംഭവ ചർച്ച എന്ന് പറയുന്നത് PK ശ്രീമതി മുൻ മന്ത്രി, മുൻ ലോക്സഭാ അംഗം, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ശ്രീമതി PK ശ്രീമതിയെ കുറിച്ചാണ്. അവർ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന് പറയുന്നത് ആ ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത സമിതിയാണ്. ആ സമിതിയിൽ അംഗമായിരുന്നു. അവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയെന്ന് ഒരു പ്രചരണം. അങ്ങനെ വിലക്കിയിട്ടില്ല. അവർ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് അവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവർക്ക് പലപ്പോഴും പങ്കെടുക്കാനുള്ള സമയം കിട്ടാറില്ല. പലപ്പോഴും ആ സമയങ്ങളിൽ അവർ കേരളത്തിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് അവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സജീവ പ്രവർത്തനത്തിൽ നിന്നും സജീവ സജീവതയിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് എന്നൊരു വിഭാഗവും, അതല്ല അവർക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ അവർ കേരളത്തിലുണ്ടെങ്കിൽ അവർ പങ്കെടുക്കുമെന്ന് അവർ തന്നെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. എന്തായാലും അതെല്ലാം വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെയും എന്തൊക്കെയോ നടക്കുന്നുള്ളൂ. മുഖ്യമന്ത്രി വിലക്കിയെന്നും അങ്ങനെ മുഖ്യമന്ത്രി വിലക്കിയിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം വരുന്നു. അങ്ങനെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വന്ന് വിശദീകരിക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവരുടെ കുറിച്ചുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ അതിനൊക്കെ മറുപടി പറയേണ്ടത് ജനറൽ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നേരെ വരുന്ന ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടത്
ജനറൽ സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറി അല്ല. എന്നാൽ അവിടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർ തന്നെ തീരുമാനങ്ങൾ എടുക്കട്ടെ. അതിൻ്റെ വഴിക്ക് തന്നെ വിട്ടുകൊണ്ട് അടുത്ത സബ്ജക്റ്റിലേക്ക്, അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പ് പല ഇന്ന് കേരളത്തിന്റെ പല പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുണ്ട്, മക്കളാൽ പുറത്താക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കളുടെ കഥ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്താകമാനം എടുത്താൽ ഓൾഡ് ഏജ് മാനേജ്മെന്റ് ഒരു വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പലപ്പോഴും മക്കളെല്ലാം വിദേശങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ ആളില്ല. അവരെയെല്ലാം വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളിവിടുന്നു. അവിടെ കൃത്യമായി പണം എത്തിക്കുന്നതുകൊണ്ട് അവിടെയെല്ലാം അവർക്ക് നല്ല സംരക്ഷണം ലഭിക്കുന്നുണ്ടാവാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത നിരവധി വൃദ്ധജനങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രായാധിക്യം ചെന്ന മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ, അവരെ ഉപദ്രവിച്ചാൽ, അവർക്ക് വേണ്ടവിധത്തിലുള്ള സംരക്ഷണം ലഭിക്കാതെ ഇരുന്നാൽ ആ മക്കൾക്കെതിരെ കേസെടുക്കുന്നതിനുള്ള നിയമമുണ്ട്. അത് ചെയ്യേണ്ടത് ആരുടെയാണെന്നാണ് വൈപ്പ്. പക്ഷെ അതെല്ലാം ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. നൂറുകണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. പലപ്പോഴും അദാലത്തിൽ കൂടിയാണ് കുറച്ചെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നത്. അതും ചിലതിന് മാത്രമേ പരിഹാരം കണ്ടെത്തുന്നുള്ളൂ. വൃദ്ധസദനങ്ങളെല്ലാം വൃദ്ധരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വൃദ്ധസദനങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് അവിടുത്തെ അന്തേവാസികളുടെ എണ്ണം. ഈ രംഗത്ത് വളരെ നേരത്തെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ടിയിരുന്നു. പ്രായാധിക്യം ചെന്ന അത്യാവശ്യ മരുന്നുകൾ വാങ്ങാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ 1600 രൂപ, അതുപോലും കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇതിനെല്ലാം ഒരു പരിഹാരം കാണണ്ടേ എന്ന് ചോദിച്ചാൽ കണ്ടേ മതിയാവും. അത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ പതിക്കേണ്ടുന്ന വകുപ്പ് മേധാവികൾ, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാര്, മറ്റു ഉദ്യോഗസ്ഥരെല്ലാം മനുഷ്യത്വപരമായി, കാരുണ്യപരമായി, അനുകമ്പാപൂർവം, സഹതാപപൂർവം വയോജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വീണ്ടും ഒരു ആൾക്കൂട്ട കൊല നടന്നിരിക്കുന്നു. അത് കോഴിക്കോട് ഒരു കോളേജിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിസ്സാരമായ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും 20ഓളം പേര് ചേർന്ന് ഒരു യുവാവിനെ അടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിന്റെ സാക്ഷരതാ കേരളം എന്നൊക്കെ പറയുന്ന കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവർ കേരളം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടി ചിന്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു വിഭാഗ പാർട്ടി പോയ ഒരു ബസ്, ആ വണ്ടി തിരിച്ചപ്പോൾ ഒരു അല്പസമയം ട്രാഫിക് തടസ്സമുണ്ടായി എന്ന കാരണം കൊണ്ട് ആ ബസ് ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച, അതും ഒരു അറിയപ്പെടുന്ന ഗുണ്ടായുടെ നേതൃത്വത്തിൽ മർദ്ദിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടതാണ്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് വലിച്ച് താഴെയിടുന്ന ഒരു ചിത്രം വന്നു. അതിൽ ഏത് ഭാഗത്താണ് കൂടുതൽ ശരി, ഏത് ഭാഗത്താണ് കൂടുതൽ തെറ്റ് എന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ അനലൈസ് ചെയ്യുന്നില്ല. എന്നാൽ കേരളം പോലുള്ള
ഒരുപാട് പുരോഗതി നേടിയെന്ന് അവകാശപ്പെടുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു പുതിയ കണക്ക് വന്നിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടലുകൾ ഉള്ളത് കേരളത്തിലാണ്. കേരളത്തേക്കാൾ വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയായാലും ഉത്തർപ്രദേശ് ആയാലും അത് ബീഹാറായാലും അതുപോലുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം കൂടുതൽ. അത് 5 സ്റ്റാർ ഹോട്ടലിന്റെ എണ്ണം കൂടുതലും കേരളത്തിലാണ്. 3 സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം കൂടുതലും കേരളത്തിലാണ്. മറ്റ് പല മേഖലകളും പോലെ ആ രംഗത്തും കേരളം മുന്നോട്ട് പോയിരിക്കുന്നു. ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ കാര്യത്തിലായാലും അതിന്റെ വിതരണത്തിന്റെ കാര്യത്തിലായാലും ആ വിതരണ ശൃംഖലയുടെ വ്യാപനത്തെ സംബന്ധിച്ചായാലും കേരളം മുൻപന്തിയിലാണ്. കള്ളക്കടത്തിൽ കേരളം മുൻപന്തിയിലാണ്. കൊലപാതകങ്ങളുടെ കാര്യത്തിൽ കേരളം മുൻപന്തിയിലാണ്. അക്രമങ്ങളുടെ കാര്യത്തിൽ കേരളം മുൻപന്തിയിലാണ്. മനുഷ്യത്വവും കാരുണ്യവും അനുകമ്പയും സഹതാപവും നഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കേരളം മുൻപന്തിയിലാണ്. ഏറ്റവും കൂടുതൽ അക്ഷരാഭ്യാസം എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവർ കേരളത്തിലാണ്. ഇവിടെ 100% സാക്ഷരത എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോഴും ആദിവാസി മേഖലകളിൽ ആദിവാസികളിൽ 30%-ലധികം പേരും എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവരാണ്. അതുപോലെ തന്നെ പട്ടികജാതിക്കാരെ പോലെ തന്നെ പട്ടികവർഗക്കാരെ പോലെ തന്നെ പട്ടികജാതിക്കാരിലും 25%-ഓളം പേര് എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവരാണെന്നുള്ള സത്യം മനസ്സിലാക്കണം. അവർക്ക് അനുവദിച്ചിട്ടുള്ള കേന്ദ്ര ഫണ്ടുകൾ, സംസ്ഥാന ഫണ്ടുകൾ, അതെല്ലാം അത് കരാറെടുത്തിരിക്കുന്നവരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൂടി പങ്കുവെച്ചെടുക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇനിയെങ്കിലും ആ പങ്കുവെച്ചെടുക്കുന്നതിന്റെ തോത് കുറപ്പിച്ചുകൊണ്ട് അത് കുറെയെങ്കിലും അതാത് മേഖലകളിൽ വിനിയോഗിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.